ഫിലിം ഗാരേജിന്റെ ഇന്നത്തെ സിനിമാ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. എമ്പുരാൻ തുടരും എന്നീ സിനിമകളിലൂടെ തുടർച്ചയായിട്ട് ഏകദേശം 60-ൽ പരം ദിവസങ്ങൾ നമ്മുടെ തിയേറ്റർ ഉടമകൾക്ക് ജീവനക്കാർക്ക് റെസ്റ്റ് കൊടുക്കാതിരുന്ന ലാലേട്ടൻ ഇപ്പോഴത്തെ അദ്ദേഹത്തിന്റെ അടുത്ത സിനിമയുമായിട്ട് തിയേറ്ററുകളിലേക്ക് എത്താനായിട്ടിറങ്ങുകയാണ്. അത് ഛോട്ട മുംബൈ എന്ന സിനിമയുടെ റിലീസ് ആണ്. ചിത്രത്തിന്റെ റിലീസ് തീയതി പ്രഖ്യാപനം ഇന്ന് വന്നിരിക്കുന്നു. ചിത്രം ജൂൺ 6-ാം തീയതി അടുത്തയാഴ്ച തിയേറ്ററുകളിലേക്ക് എത്തും എന്നൊരു ഒഫീഷ്യൽ പ്രഖ്യാപനമാണ് വന്നിരിക്കുന്നത്. കാത്തിരിക്കാം സിനിമയുടെ തിയേറ്ററിലെ ആഘോഷത്തിനായിട്ട്. തുടർച്ചയായിട്ട് ചെറിയ സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജിത്തു ജോസഫിന്റെ അടുത്ത ചെറിയ സിനിമയുടെ പൂജ എന്ന ഇടപ്പള്ളിയിൽ വെച്ച് നടന്നിരിക്കുകയാണ്. ജിത്തുവിന്റെ സംവിധാനത്തിൽ ജോർജ് ജോർജ്, ബിജു മേനോൻ തുടങ്ങിയവർ അഭിനയിക്കുന്ന സിനിമയ്ക്ക് വലതുവശത്തെ കള്ളൻ എന്നാണ് പേരിട്ടിരിക്കുന്നത്. ഈ വർഷം അവസാനത്തോടെ തന്നെ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിക്കാൻ പ്ലാൻ ചെയ്യുന്നു. തമിഴിലെ അടുത്ത വലിയ സിനിമ തഗ് ലൈഫ് അടുത്തയാഴ്ച ജൂൺ 5-ാം തീയതി തിയേറ്ററുകളിലേക്ക് എത്തുകയാണല്ലോ. കമലഹാസൻ STR കോംബോയിൽ വരാനിരിക്കുന്ന മണിരത്നം സിനിമയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് പുറത്തു വരുമ്പോൾ സിനിമയുടെ റിലീസിന് മുന്നോടിയായിട്ട് ഇനിയും ഒരു ട്രെയിലർ കൂടി പ്രീ റിലീസ് ട്രെയിലർ എന്ന പേരിൽ വരുന്നുണ്ട്. കാത്തിരിക്കാം ആ ട്രെയിലർ കൂടി കാണുവാനായിട്ട്. റെട്രോ തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ സൂര്യയുടെ പൂജ നടന്ന സിനിമയാണല്ലോ സൂര്യ 46. ഇപ്പോഴത്തെ സിനിമയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് പുറത്തു വരുമ്പോൾ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഈ വരുന്ന മെയ് 30-ാം തീയതി ആരംഭിക്കുമെന്നൊരു റിപ്പോർട്ട് വന്നിരിക്കുകയാണ്. സൂര്യ സിനിമയിൽ നെഗറ്റീവ് റോളിൽ എത്തിയേക്കുമെന്നാണ് മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ട്. സിനിമയുടെ റിലീസ് അടുത്ത വർഷം മെയ് 1-ാം തീയതി, റെട്രോ ഈ വർഷം തിയേറ്ററുകളിലേക്ക് എത്തിയ അതേ ദിവസത്തിൽ തന്നെ റിലീസ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നു. അവസാനത്തേത് ആട് സീരീസിനെ കുറിച്ചുള്ള അപ്ഡേറ്റ് ആണ്. ആടിന്റെ 3-ാം ഭാഗ ചിത്രീകരണം ഇപ്പോൾ പാലക്കാട് വെച്ച് നടക്കുകയാണല്ലോ. നല്ല അഭിപ്രായങ്ങൾ വന്നാൽ ഒരു വൻ കളക്ഷൻ എല്ലാം തന്നെ ഇപ്പോൾ തന്നെ ഉറപ്പാക്കിയ ലോക്ക് ചെയ്ത സിനിമയ്ക്ക് 3-ാം ഭാഗത്തോടെ അവസാനമില്ല എന്നും ആട് സീരീസിന് 5-ാം ഭാഗം വരെ പാർട്ട് ഉണ്ടാകുമെന്നൊരു റിപ്പോർട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ആടിന്റെ 4-ാം ഭാഗത്തിന്റെ സ്ക്രിപ്റ്റ് വരെ ഇപ്പോൾ ലോക്ക് ചെയ്തു എന്നാണ് മറ്റൊരു അപ്ഡേറ്റ്. ആട് 3 സീരീസിന്റെ അവസാന ഭാഗമെന്നാണ് മിഥുൻ മാനുവൽ തോമസ് വരെ പൂജ ചടങ്ങിൽ അറിയിച്ചത്. എന്നാൽ അത് തെറ്റാണ് എന്നാണ് ഇതിനോടൊപ്പം തന്നെ പുറത്തുവരുന്ന റൂമേഴ്സ്. കാത്തിരിക്കാം ആടിന്റെ കൂടുതൽ വാർത്തകൾക്ക്.